إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കുന്ന ഉറപ്പുകാരെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്നും മുസ്ലിങ്ങളായി കൊണ്ടല്ലാതെ മരിക്കാതിരിക്കാൻ വേണ്ടിയുള്ള കഠിനമായ പരിശ്രമം, എപ്പോഴുമുള്ള ശ്രദ്ധ എന്നും എപ്പോഴും എവിടെയും വെച്ചു പുലർത്തണമെന്നും ഉണർത്തുകയാണ്. നമുക്കൊക്കെ അറിയാവുന്നൊരു നഗ്നസത്യമാണ്, നമ്മളൊക്കെ മരിക്കും. നമ്മളൊക്കെ ജീവിതത്തിൻ്റെ ഒരു ഇടത്താവളത്തിനാണ് ഉള്ളത്. അത് മുന്നിലേക്ക് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. നമുക്കൊക്കെ അറിയാം, നമ്മളൊക്കെ ഒരു യാത്ര ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു കണക്ഷൻ ഫ്ലൈറ്റിന് കയറാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു എയർപോർട്ടിൽ വന്നിറങ്ങിയാൽ മറ്റൊരു ഫ്ലൈറ്റിലേക്ക് കയറാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കും. ഏതെങ്കിലും റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വേറൊരു റെയിൽ സ്റ്റേഷനിലേക്കുള്ള യാത്രയിൽ മറ്റൊരു തീവണ്ടിയെ ഇടയ്ക്ക് ഇറങ്ങി കാത്തു നിൽക്കുന്നത് പോലെ നമ്മൾ കാത്തു നിൽക്കുന്ന ഒരു പരമ യാഥാർത്ഥ്യമുണ്ട്, അത് മരണമാണ്. അപ്പോൾ ഈ സുനിശ്ചിതമായ ഉറപ്പുള്ള സംഗതി, അതിന് മുന്നൊരുങ്ങേണ്ട അതിനൊരു മുന്നൊരുക്കം കാണിക്കേണ്ട പല രൂപത്തിലുള്ള കാര്യങ്ങളും നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതിനുള്ള എത്രമാത്രം ശ്രദ്ധ നമ്മളിൽ ഉണ്ടാകുന്നത് എന്നതിൻ്റെ യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലാക്കുക. ആ യഥാർത്ഥമായ സത്യം യൗമുൽ ഖിയാമ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം കാണുമ്പോഴായിരിക്കും. അതുകൊണ്ടാണ് ചില ഉണർത്തലുകൾ ഇത്തരം ഖുതുബകളിലൂടെ നിരന്തരം നമ്മുടെ ജീവിതത്തെ ധന്യമാക്കാൻ, അല്ലാഹുവിലേക്ക് മടങ്ങാൻ, പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലേക്ക് മടങ്ങാൻ നാം ഉണർത്തിക്കൊണ്ടേയിരിക്കുന്നത്. ഇപ്പോൾ നമുക്കറിയാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ പറ്റിയായിരുന്നു നമ്മളൊക്കെ തിരസ്കരിക്കുന്ന, അല്ലെങ്കിൽ മഹാഭൂരിപക്ഷം പേരും തിരസ്കരിക്കുന്ന നമ്മൾ കഴിഞ്ഞ ഖുതുബ ഈ മെമ്പറിൽ നിന്ന് കേട്ടത്. പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പം അബൂ ഹുറൈറ, അബൂ സൽമയൊക്കെ റളിയല്ലാഹു അൻഹു ഉമ്മ നിവേദനം ചെയ്ത് ഹദീസിൽ കാണാം. ഒരിക്കൽ നാഫി അവരിൽ നിന്ന് നിവേദനം ചെയ്യുകയാണ്. അവർ പറയുകയാണ്, ഇദാ ഖർജ സലാസത്തു ഫീ സഫരി ഫലിയുഅമ്മിറു അഹദഹു. നിങ്ങൾ യാത്രയ്ക്ക് പുറപ്പെട്ട 3 പേരുണ്ടെങ്കിൽ നിങ്ങൾ ഒരു അമീറിനെ നിശ്ചയിക്കണം. അപ്പോൾ കാല നാഫി, അത് കേട്ട ഉടനെ നാഫി പറഞ്ഞു, ഫഖുൽനാ ലി അബീ സൽമ, അബൂ സൽമേ, നിങ്ങളാണ് നമ്മുടെ നേതാവ്. ഒരു ഹദീസ് കേൾക്കാൻ 3 ആളുണ്ടെങ്കിൽ ഒരാൾ അമീറായിട്ടുണ്ടായിരിക്കണം. അത് കേട്ട ഉടനെ പ്രതിവിധിക്കുകയാണ്, എന്തെന്ന്, നിങ്ങൾ തന്നെയാണ് നമ്മുടെ നേതാവ്. അത്രമാത്രമായിരുന്നു അവർ സുന്നത്തുകൾക്ക് കാണിച്ച വില എന്നുള്ളതാണ്. കാരണം അതാണ് നമ്മളെ വിജയിപ്പിക്കുന്നത്. അങ്ങനെ പല സംഗതികളുമുണ്ട്. ഇപ്പൊ നമ്മളൊക്കെ ദിവസം കുളിക്കാറുണ്ട്. ജനാപത്തുകാരനായി നമ്മളെ കഴിഞ്ഞ ഖുതുബ ഈ മെമ്പറിൽ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ആ കുളി എങ്ങനെയാണ്? നമ്മൾ കുളിക്കാറുണ്ട്. കുളിക്കാറില്ലാത്തവർ മുസ്ലിങ്ങളിൽ അറിവുള്ളവർ വളരെ അപൂർവമായിരിക്കും, ഉണ്ടാകുകയില്ല. പക്ഷെ ആ കുളിയുടെ രൂപം എങ്ങനെയാണ്? ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയോട് ചോദിക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബി വനിതകൾ, അതായത് നബിമാരുടെ ഭാര്യമാരോട് ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് ഇതിന്റെ രൂപമൊക്കെ എന്നുള്ളതൊക്കെ. ഇപ്പൊ അബ്ദുല്ലാഹ് ഇബ്നു
അബീ ഖൈസ് നിവേദനം ചെയ്ത ഹദീസിൽ കാണാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താണ് ഒളു എടുത്തുകൊണ്ടാണ് കുളിക്കാറുണ്ടായിരുന്നത്. ഒളു എടുത്ത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ശ്രദ്ധിച്ചു. എങ്കിൽ ഒരു സംയോഗം കഴിഞ്ഞു, ഭാര്യ ഭർത്തം ബന്ധം കഴിഞ്ഞ് നമ്മൾ ഉറങ്ങുകയാണെങ്കിൽ എന്താണ് ചെയ്യാറ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹദിയായ ആയിഷ റളിയല്ലാഹു ചോദിക്കുന്നുണ്ട്, കൈഫ കാന യസ്നഉ ഫിൽ ജനാബ, ജനാബത്ത് ഉണ്ടായാൽ എങ്ങനെയായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവർത്തിച്ചിരുന്നത്? അകാന യഗ്തസിലു ഖബ്ല അൻ യനാമ ഔ യനാമു ഖബ്ല അൻ യഗ്തസിൽ, അദ്ദേഹം കുളിക്കുന്നതിന് മുമ്പ് അദ്ദേഹം ഉറങ്ങുന്നതിന് മുമ്പ് കുളിക്കാറുണ്ടോ? ഉറങ്ങുന്നതിന് മുമ്പ് കുളിക്കാറുണ്ടോ അല്ലെങ്കിൽ കുളിച്ചിട്ടാണോ ഉറങ്ങാറ്? അപ്പൊ മഹദി പറഞ്ഞത് കുല്ലു ദാലിക ഖദ് കാന യഫ്അൽ, എല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാറുണ്ട്. റുബ്ബമ ഖതസലഫന, ചിലപ്പോൾ കുളിച്ചുകൊണ്ട് ഉറങ്ങും. അതായത് ഭാര്യ ഭർത്ത ബന്ധം കഴിഞ്ഞാൽ ചിലപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുളിച്ചുകൊണ്ട് തന്നെ ഉറങ്ങും. ഫറുബ്ബമ തവല്ലഫന, ചിലപ്പോൾ ഒളുവെടുത്തിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങാറ്. അപ്പൊ അത് കേട്ട് അബ്ദുല്ലാഹി ഇബ്നു അബീ ഖൈസ് പറയുന്നുണ്ട്, ഖുൽതു അൽഹംദുലില്ലാഹി അല്ലദീ ജഅല ഫിൽ അംരി സഅദ, ഈ കാര്യത്തിൽ വിശാലത നൽകിയ അല്ലാഹുവിനാകുന്നു സർവസ്തുതി. എന്ന് പറഞ്ഞാൽ ഉറങ്ങാം. എങ്ങനെയാണ് ഉറങ്ങാറ്? ഒന്നെങ്കിൽ കുളിച്ചുറങ്ങും, അല്ലെങ്കിൽ ഒളുവെടുത്ത് ഉറങ്ങും. അതുമല്ലാത്ത രൂപം പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതെങ്ങനെയാണ്? തയമ്മും ചെയ്തിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങുമെന്നാണ്. ഇപ്പൊ തണുപ്പുള്ള ഒരു ദിവസം, ഒരു രാത്രിയാണ്, വെള്ളത്തെ സമീപിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല, അത്രമാത്രം തണുപ്പാണ്. എങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങാറുള്ളത് എങ്ങനെയാണ്? തയമ്മും ചെയ്തിട്ടാണ്. തയമ്മും ചെയ്യാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങാറുണ്ടായിരുന്നില്ല. എന്ന് പറഞ്ഞാൽ 3 രൂപം, ഒന്നെങ്കിൽ കുളിച്ചുകൊണ്ട് ഉറങ്ങും, അല്ലെങ്കിൽ ഒളുവെടുത്ത് ഉറങ്ങും. ഇനി ഒളുവെടുക്കാൻ വല്ല പ്രയാസം തോന്നിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തയമ്മും ചെയ്തിട്ട്, അഹ്യാനൻ എന്നാണ് ഹദീസ് തന്നെയുള്ള വാക്ക്, ചിലപ്പോൾ വല്ലപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തയമ്മും ചെയ്തിട്ട് ഉറങ്ങുമെന്നാണ്. എങ്ങനെ സഹോദരന്മാരെ തയമ്മും ചെയ്യേണ്ടത്? ശുദ്ധമായ സ്ഥലമാണെങ്കിൽ മണ്ണുണ്ടെങ്കിൽ മണ്ണിൽ, അല്ലെങ്കിൽ ശുദ്ധമായ സ്ഥലത്തിൽ ബിസ്മില്ലാ എന്ന് പറഞ്ഞിടിക്കുക, മുഖം ഇങ്ങനെ തടവ ഒറ്റ പ്രാവശ്യം, എന്നിട്ട് വലത് കൈയിന്റെ മുകൾ ഭാഗം ഇങ്ങനെ തടവ, ഇടത് കൈയിന്റെ മുകൾ ഭാഗം ഇങ്ങനെ തടവ. ഇതാണ് തയമ്മും എന്ന് പറയുന്നത്. നമ്മൾ അടിച്ചുകൊണ്ട് ഇങ്ങനെ 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 ആക്കേണ്ട ആവശ്യമില്ല. ഒതു കൊടുക്കുന്നത് പോലെ അതിന്റെ യാതൊരു ആവശ്യമില്ല. കാരണം ഖുർആനിക ആയാത്തിന്റെ നസ്സാണ്. അടിക്കുക, എന്നിട്ട് ബിസ്മില്ലാ എന്ന് പറഞ്ഞിട്ട് അടിക്കുക, മുഖം ഇങ്ങനെ തടവ, മുഖം തടവിയിട്ട് വലത് കൈയുടെ മുകൾ ഭാഗം ഇങ്ങനെ തടവ, ഇടത് കൈയുടെ മുകൾ ഭാഗം ഇങ്ങനെ തടവ. തയമ്മുമായി നമുക്ക് ഉറങ്ങാം. ഭാര്യ ഭർത്ത ബന്ധം കഴിഞ്ഞ്, അല്ലെങ്കിൽ രോഗമാണ്, ഒതുവെടുക്കാൻ പ്രയാസമാണ്, വിഷമമാണ്, കൈക്ക് നല്ല പരിക്കുണ്ട്, നിസ്കാരം ഒഴിവാക്കാൻ ഒരു പഴുതുമില്ല. ബിസ്മില്ലാ പ്രതലത്തിലടിക്കാം, മണ്ണിലടിക്കാം, തയമ്മും ചെയ്യാം. വളരെ എളുപ്പമുള്ള സംഗതിയാണ്. കടന്നുകൊണ്ട് ചെയ്യാം, ഇരുന്നു കൊണ്ട് ചെയ്യാം, നിന്നുകൊണ്ട് ചെയ്യാം. അങ്ങനെ നിസ്കാരത്തിലേക്ക് പ്രവേശിക്കാം. അതുപോലെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങാറുണ്ട് എന്നാണ് സഹാബികൾ പറയുന്നത്. സഹാബികൾ ചോദിക്കുന്നുണ്ട്, ഈ ജനാബത്തായ അവസ്ഥയിൽ അള്ളാഹുവിന്റെ പ്രവാചകരെ, നമുക്ക് ജനാബത്തായ അവസ്ഥയിൽ ഉറങ്ങാൻ വേണ്ടി പറ്റുമോ? അതെ, നിങ്ങൾ ജനാബത്തായ അവസ്ഥയിൽ ഒതുവെടുത്തുകൊണ്ട് ഉറങ്ങട്ടെ. അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റിപ്പോർട്ടിൽ തന്നെ എന്താണ്, തഅമ്മും ചെയ്തിട്ട് ഉറങ്ങട്ടെ എന്നാണ്. അങ്ങനെയാണ് പ്രവാചകൻ ചെയ്തിരുന്നത്. അതുപോലെ ഭാര്യ ഭർത്ത ബന്ധത്തിൽ വീണ്ടും ഒരാൾ ഉദ്ദേശിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണാം, പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, നിങ്ങൾ അങ്ങനെ ആരെങ്കിലും ഉദ്ദേശിച്ചാൽ അവർ ഒളുവെടുക്കട്ടെ എന്നാണ്. ഒളുവെടുക്കട്ടെ. ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് ഈ ഹദീസ് ഉദ്ധരിച്ചിട്ട് പറയുന്നുണ്ട്, ബാബു ജവാദി നൗമിൽ ജുംബി വ ഇസ്തിഹാബിൽ വുളൂഇ ഇദാ അറാദ അൻ യകുല ഔ യശ്റബ ഔ യനാമ ഔ യുജാമി. ഒരാളെ വെള്ളം കുടിക്കാൻ, ഭക്ഷണം കഴിക്കാൻ, അതുപോലെ തന്നെ ഭാര്യ ഭർത്ത ബന്ധം, അങ്ങനെ എന്തെങ്കിലും ഉദ്ദേശിച്ചാൽ അവർ ഒളുവെടുക്കൽ എന്താണ്, ഇതിൻ്റെയൊക്കെ പരിധിയിൽ വരുമെന്ന് അദ്ദേഹം പറഞ്ഞതായി കാണാൻ വേണ്ടി സാധിക്കും. സഹോദരന്മാരെ, മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, കുളിച്ചു കഴിഞ്ഞാൽ ഒളുവെടുക്കേണ്ട ആവശ്യമില്ല. ചിലക്കൊക്കെ ഉണ്ട്, നല്ല കുളി കുളിച്ചിട്ടുണ്ടാവും, വീണ്ടും ഉണ്ടാവും പുറത്തേക്ക് വന്നിട്ട് ഒളുവെടുക്കുന്നു, കുളിച്ചിട്ടേക്ക് പുറത്ത് വന്നിട്ടുണ്ടാവും. ആയിഷ റളിയല്ലാഹു ചോദിക്കുന്നുണ്ട്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യതവല്ലഉ ബഅദൽ ഖുസ്ൽ, കുളിക്ക് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒളു എടുക്കാറുണ്ടായിരുന്നില്ല. കുളിക്ക് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒളു ചെയ്യാറുണ്ടായിരുന്നില്ല. കാരണം ഖുർആന്റെ കൽപ്പന എന്താ അറിയോ? യാ അയ്യുഹല്ലദീന ആമനൂ ലാ തഖ്റബുസ് സലാ വഅൻതും സുകാരാ ഹത്താ തഅലമു മാ തഖൂലൂന വലാ ജുനുബൻ ഇല്ലാ ആബിരി സബീലി ഹത്താ തഗ്തസിലു. നിങ്ങൾ നിസ്കാരത്തെ സമീപിക്കരുത്, ജനാബത്തുകാരനായിക്കൊണ്ടും മറ്റു നിസ്കാരത്തെ സമീപിക്കരുത് എന്ന് പറഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതറിയാം, ഹത്താ തഗ്തസിലു, കുളിക്കുന്നത് വരെ.
കുളിക്കുന്നത് വരെ എന്ന് പറഞ്ഞാൽ കുളിച്ചു കഴിഞ്ഞാൽ മറ്റൊരു കർമ്മമില്ല, മറ്റൊരു ഒതുവില്ല. കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒതുവോടുകൂടിയായിരുന്നു കുളിക്കാറുണ്ടായിരുന്നത്. അപ്പോൾ കുളിച്ചു കഴിഞ്ഞാൽ മറ്റൊരു ഒതുവില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമ്മൾക്കൊരു സംശയം ഉണ്ടാകും, നമ്മൾ കുളിക്കുമ്പോൾ ശരീരത്തിന്റെ ലൈംഗിക അവയവത്തിലൊക്കെ തൊടുവില്ലേ, അവിടെ തൊടുവില്ലേ, ഇവിടെ തൊടുവില്ലേ? അതും ഹദീസുകളിൽ വ്യക്തമായിട്ട് പറയപ്പെട്ടിട്ടുണ്ട്. മൈമൂന റളിയല്ലാഹു അൻഹ പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ, അവർ പറയുകയാണ്, നമ്മുടെ മാതാവ്, തവല്ലാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വുളൂഅഹു ലിസ്സലാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒളൂവിന്റെ നിസ്കാരത്തിന് എന്ന പോലെ ഒളുവെടുക്കും. ഗൈറ റിജ്ലൈ, കാലുകൾ കഴുകുമായിരുന്നില്ല. വഗസല ഫർജുഹു വമാ അസാബഹു, ഗുഗിസ്ഥാനും അവിടെയുള്ള അഴുക്കമൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഴുകും. എപ്പോൾ? ഒളുവിന് ശേഷം, കുളിക്കുന്ന സമയത്ത്. സുമ്മ അഫാദ അലൈഹിൽ മാ, പിന്നീട് ശരീരത്തിന്റെ പല ഭാഗത്തേക്കും വെള്ളം ഒഴിക്കും. സുമ്മ നഹ റിജ്ലൈഹി ഫഗസലഹുമാ, പിന്നീട് രണ്ട് കാലും വിടർത്തി വെച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാലുകൾ കഴിയും. ഹാദി ഗിസ്ലത്തുൽ ജനാബ, ഇതായിരുന്നു ജനാബത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുളിന്റെ രൂപം എന്ന് പറഞ്ഞാൽ, ആദ്യം ഒന്നുവിടുക്കുക, എന്നിട്ട് ഗുഹ്യാവയവങ്ങളൊക്കെ കഴുകുക, എന്നിട്ട് ശരീരത്തിന്റെ വലതു ഭാഗത്ത്, ഇടതു ഭാഗത്ത്, മധ്യഭാഗത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ശരീരത്തിന്റെ മുഴുവനും കഴുകുക, എന്നിട്ട് അവസാനം കാല് കഴുകുക. ഇതോടുകൂടി എന്തായി? കുളി പൂർത്തിയായി. ആ കുളിയിൽ തന്നെ എന്തുണ്ട്? ഒളുവിന്റെ രൂപമുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒളുവെടുക്കാറില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ സഹോദരന്മാരെ, എത്ര നിസാരമാണെന്ന് കരുതുന്ന വിഷയങ്ങളായാലും ആ വിഷയത്തിലുള്ള ജാഗ്രത നമ്മൾ കാണിക്കേണ്ടതുണ്ട്. ഇപ്പൊ നമുക്ക് നിസ്കാര ശേഷമുള്ള സിക്റുകളുണ്ട്, അസ്കാറുകളുണ്ട്. നമ്മൾക്കൊക്കെ സുപരിചിതമായ അസ്കാറുകൾ എത്രയാണ്? അത് 33 പ്രാവശ്യമാണ്. ഇപ്പൊ സുബ്ഹാനല്ലാഹ് നമ്മൾ 33 പ്രാവശ്യം പറയും, അൽഹംദുലില്ലാഹ് 33 പ്രാവശ്യം പറയും, അല്ലാഹു അക്ബർ എന്നത് 34 പ്രാവശ്യം പറയും. എന്നാൽ മറ്റു രൂപത്തിലും അത്തരം സിക്റുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാവർത്തികമാക്കാറുണ്ട് എന്നാണ് അർത്ഥം. അതായത് കാണാം, ഖസലത്താനി ഔ ഖല്ലത്താനി ലാ യുഹാഫിദു അലൈഹിമാ അബ്ദുൻ മുസ്ലിമുൻ ഇദാ ദഖലൽ ജന്ന, അതായത് രണ്ട് കാര്യങ്ങൾ അല്ലെങ്കിൽ രണ്ട് സ്വഭാവം ഏതൊരു മുസ്ലിമാണോ അവൻ ശ്രദ്ധിച്ചു പോരുന്നത് അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു കൊണ്ടല്ലാതെ ഉണ്ടായിത്തീർന്നില്ല എന്നാണ്. അത് വളരെ എളുപ്പമുള്ള സംഗതിയാണ്, പക്ഷെ ജനങ്ങൾ പ്രവർത്തിക്കുന്നത് വളരെ കുറവാണ്. പറയാണ്, അത് വളരെ എളുപ്പമുള്ള സംഗതിയാണ്, പക്ഷെ ജനങ്ങൾ പ്രവർത്തിക്കുന്നത് വളരെ കുറവാണ്. അതെന്താണ്? സുബ്ഹാനല്ലാഹ് എന്നത് 10 പ്രാവശ്യം ചെല്ലാം, അൽഹംദുലില്ലാഹ് എന്ന് പറയുന്നത് 10 പ്രാവശ്യം ചെല്ലാം, അല്ലാഹു അക്ബർ എന്ന് പറയുന്നത് 10 പ്രാവശ്യം ചെല്ലാം. അങ്ങനെ ചെയ്യുന്നത് ജനങ്ങളിൽ വളരെ കുറവാണ്, പക്ഷെ അവർ സ്വർഗത്തിൽ പ്രവേശിച്ചു കൊണ്ടല്ലാതെ അങ്ങനെ ചെയ്യുന്നില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ മറ്റൊരു റിപ്പോർട്ട് കാണാം, സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു പറയാണ്, എല്ലാ നിസ്കാര ശേഷവും അല്ലാഹുവിന്റെ പ്രവാചകൻ നമ്മളെ കൽപ്പിച്ചു 33 പ്രാവശ്യം സുബ്ഹാനല്ലാഹ്, 33 പ്രാവശ്യം അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ എന്നത് 34 പ്രാവശ്യം ചൊല്ലാൻ വേണ്ടിയിട്ട്. പക്ഷെ അൻസാരിൽപ്പെട്ട ഒരു സഹാബി സ്വപ്നം കണ്ടു. അദ്ദേഹം കണ്ടത് എങ്ങനെയാണ്? സുബ്ഹാനല്ലാഹ് 25 പ്രാവശ്യം, അൽഹംദുലില്ലാഹ് 25 പ്രാവശ്യം, അല്ലാഹു അക്ബർ 25 പ്രാവശ്യം, ലാ ഇലാഹ ഇല്ലല്ലാഹ് 25 പ്രാവശ്യം. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ അപ്രകാരം ചെയ്തുകൊള്ളൂ, നിങ്ങൾ അപ്രകാരം ചെയ്തുകൊള്ളൂ. പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ വ്യത്യസ്ത രീതിയിൽ പഠിപ്പിക്കേണ്ടത് എന്താ? വ്യത്യസ്ത രീതിയിൽ നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, വ്യത്യസ്ത രീതിയിൽ നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിനൊക്കെ എന്തുണ്ട്? പുണ്യമുണ്ട്, പ്രത്യേകതയുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുപോലെ സഹോദരന്മാരെ, നമ്മളൊക്കെ എപ്പോഴും യാത്ര ചെയ്യുന്നവരാണ്. ഇപ്പൊ നമ്മൾ കോഴിക്കോട് പോകുന്നുണ്ടാവും, മംഗലാപുരം പോകുന്നുണ്ടാവും, അതുപോലെ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ പോകുന്നുണ്ടാവും. ഇങ്ങനെ യാത്രക്ക് പോയി വന്നാൽ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യുമാറ് ആദ്യം പള്ളികളിൽ കയറി 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുക എന്നുള്ളതാണ്. പള്ളിയിൽ കയറി സുന്നത്ത് നിസ്കരിക്കുക എന്നുള്ളതാണ്. അതിൽ എത്രമാത്രമുണ്ട് നമ്മുടെ ശ്രദ്ധ എന്ന് ഒന്ന് ചിന്തിക്കാൻ വേണ്ടി ആദ്യം എനിക്കും നിങ്ങൾക്കുമുള്ള ഒരു വസിയത്താണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി കാണാം. ഇപ്പോൾ ഒരു സഹാബി ഒരു യുദ്ധത്തിന് പുറപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം എത്തി. സഹാബി കുറച്ച് വൈകിട്ടാണ് എത്തിയത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിയെ കണ്ടുപാട് ചോദിക്കുന്നുണ്ട്, നീ ഇപ്പോഴാണ് എത്തിയത്? അതെ അള്ളാഹുവിന്റെ പ്രവാചകനെ, ഞാൻ ഇപ്പോഴാണ് എത്തിയത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, എങ്കിലൊരു കാര്യം, പള്ളിയിൽ കയറിയിട്ട് എന്ത് ചെയ്യുക? 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുക എന്നാണ്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥിരം പതിവായിരുന്നു, ഇദാ കദിബ മിൻ സഫരിൻ ബദഗ ബിൽ മസ്ജിദി ഫസല്ല ഫീ,
അതായത് 2 റക്അത്ത് നിസ്കരിച്ചു കൊണ്ട് മാത്രമേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര കഴിഞ്ഞാൽ ജനങ്ങളിലേക്ക് പോകാറുള്ളൂ. ആദ്യ യാത്ര കഴിഞ്ഞാൽ പള്ളി കയറിയിട്ട് 2 റക്അത്ത് നിസ്കരിക്കും. എന്നിട്ട് മാത്രമേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്കോ അതുപോലെ ജനങ്ങളിലേക്കോ പോകാറുള്ളൂ എന്ന് സഹാബികൾ പറയുകയാണ്. അപ്പൊ അത് പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിക്കുക. നമ്മൾ സ്ഥിരമായി യാത്ര ചെയ്യുന്നവരാണ്. അടുത്തുള്ള പള്ളികൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഉടനെ പള്ളിയിൽ കയറി 2 റക്അത്ത് നിസ്കരിച്ചിട്ട് വേണം നമ്മൾ വീടുകളിലേക്കൊക്കെ പോകേണ്ടത്. അതുപോലെ നമ്മൾ ഏത് സ്ഥലത്ത് ചെന്നിറങ്ങിയാൽ, ഇപ്പൊ യാത്രക്കാർ നമ്മളിപ്പോൾ കോഴിക്കോട് പോയി ഇറങ്ങി, അല്ലെങ്കിൽ മംഗലാപുരത്തും എന്തെങ്കിലും ചികിത്സക്കോ അല്ലെങ്കിൽ മറ്റാവശ്യത്തിനോ മംഗലാപുരമൊക്കെ പോയി ഇറങ്ങിയാൽ ആദ്യം ചെയ്യേണ്ടത് ഇറങ്ങുന്ന ഇറക്കത്തിൽ ഔദു ബികലിമാത്തില്ലാഹി താമാതി മിൻ ശർരി മാ ഖലഖ് എന്ന പ്രാർത്ഥന ചൊല്ലുക എന്നുള്ളതാണ്. ഔദു ബികലിമാത്തില്ലാഹി താമാതി മിൻ ശർരി മാ ഖലഖ്. അതായത് അള്ളാഹുവിന്റെ വചനങ്ങളെ കൊണ്ട് അവൻ സൃഷ്ടിച്ചവരുടെ നാശത്തിൽ നിന്നും ഞാൻ രക്ഷ ചോദിക്കുന്നു എന്നുള്ള വാക്കാണത്. അള്ളാഹുവിന്റെ വചനങ്ങൾ കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച അവന്റെ സൃഷ്ടികളുണ്ടല്ലോ, അവരുടെയൊക്കെ ഉണ്ടാകുന്ന എന്തൊക്കെ നാശങ്ങളുണ്ടോ ആ നാശത്തെ തൊട്ട് ഞാനിത് അള്ളാഹുവിനോട് രക്ഷ ചോദിക്കുന്നു എന്നുള്ള പ്രാർത്ഥന. ഇത് രാവിലെ 3 പ്രാവശ്യം, അതുപോലെ തന്നെ വൈകുന്നേരം 3 പ്രാവശ്യം ഒക്കെ ചെല്ലൽ എന്താണ്, അതൊക്കെ സുന്നത്തായി വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ എവിടെ പോയാലും അല്ലെങ്കിൽ എവിടെ ഇറങ്ങിയാലും ഈ പ്രാർത്ഥന പ്രത്യേകം ശ്രദ്ധിക്കണം. ഔദു ബികലിമാത്തില്ലാഹി താമാതി മിൻ ശർരി മാ ഖലഖ്. അതുപോലെ തന്നെ മറ്റൊരു പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുതുബ പറയുമ്പോൾ കൈകൾ ഉയർത്താറുണ്ടായിരുന്നില്ല. അതുപോലെ ഖുതുബ ശ്രവിക്കുന്ന സഹാബികൾ ആരും കൈകൾ ഉയർത്താറുണ്ടായിരുന്നില്ല. അത് സുന്നത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെയാണ് ഖുതുബ പറയാറ്, വിരലുകൾ ചൂണ്ടിയിട്ട്. ചിലപ്പോൾ വലിയ ഗൗരവമുള്ള വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരലുകൾ ചൂണ്ടിയിട്ട് പറയും, കണ്ണുകൾ ചുവക്കും, ശബ്ദങ്ങൾ ഉയരും. സഹാബികൾ പറയുന്നത് ഞങ്ങളുടെ ഹൃദയങ്ങൾ പേടിച്ച് വിറക്കും, ചിലപ്പം മദീനയിലോ മറ്റോ ശത്രു സൈന്യം വന്നുവോ എന്ന് ഞങ്ങൾ കരുതും ചില സന്ദർഭങ്ങളിൽ. അപ്പൊ ആ സന്ദർഭങ്ങളിൽ പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുതുബകളിൽ പ്രാർത്ഥനയുടെ രംഗമൊക്കെ വരുമ്പോൾ ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈകൾ ഉയർത്തിയതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ഇപ്പൊ ഹുസൈൻ ഇബ്നു അബ്ദുറഹ്മാൻ ഇമാറത്ത് ഇബ്നു റബീഅയിൽ നിന്ന് ഉദ്ധരിക്കുന്ന റിപ്പോർട്ടിൽ കാണാം, ബഷീർ ഇബ്നു മർവാൻ ഖുതുബ നിർവഹിക്കുമ്പോൾ ഒരാൾ പ്രാർത്ഥനാ സമയം കൈകൾ ഉയർത്തുന്നതായിട്ട് കണ്ടു. അപ്പൊ ബഷീർ ഇബ്നു മർവാൻ ഖുതുബ നിർവഹിക്കാൻ, അപ്പൊ അദ്ദേഹം പറഞ്ഞു, നിനക്ക് നാശം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചര്യ നീ പഠിച്ചിട്ടില്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുതുബ നടത്തുമ്പോൾ ഇങ്ങനെയായിരുന്നു ഖുതുബ നടത്തിയിരുന്നത്. അപ്പൊ പ്രാർത്ഥന വേളയിൽ പോലും കൈകൾ താഴ്ത്തിയിടുക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണ്. ഇമാം നബി റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, ജുമുഅ ഖുതുബിൽ പ്രാർത്ഥനകൾ കൈ ഉയർത്താതിരിക്കലാണ് സുന്നത്ത്. ഷാഫി മദ്ഹബിലെ പ്രഗൽഭ പണ്ഡിതനാണ്, 2ാം ഷാഫി എന്നറിയപ്പെടുന്ന ഇമാം ഷാഫി റഹിമഹുല്ലാഹ് പറയുന്നു, പ്രാർത്ഥന അതായത് ജുമുഅ ഖുതുബയിൽ പ്രാർത്ഥനയ്ക്ക് കൈകൾ താഴ്ത്തിയിടലാണ് സുന്നത്ത്. ഇമാം മാലിക്കിന്റെയും നമ്മുടെ പണ്ഡിതന്മാരുടെയും അഭിപ്രായം അത് തന്നെയാണ്. എന്നാൽ ചില പണ്ഡിതന്മാരൊക്കെ കൈകൾ ഉയർത്താം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് മഴയ്ക്ക് വേണ്ടിയുള്ള ദുആയുടെ സന്ദർഭത്തിലാണ്, അത് അവിടെ മാത്രം പരിമിതമാക്കപ്പെടും. കേട്ടോ, മഴയ്ക്ക് വേണ്ടിയുള്ള ദുആയുടെ സന്ദർഭത്തിൽ കൈകൾ ഉയർത്താം, കാരണം അങ്ങനെ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് അവിടെ മാത്രം പരിമിതമാക്കപ്പെടും, ഹാസാക്കപ്പെടുന്ന റിപ്പോർട്ട് എന്ന് പറയുന്നത് അത് മഴയ്ക്ക് വേണ്ടിയുള്ള ഒരു സംഗതി ദുആ ചെയ്യുമ്പോഴാണ് കൈകൾ ഉയർത്തൽ സുന്നത്താക്കപ്പെടുക. അല്ലാത്ത സമയത്തൊക്കെ കൈകൾ താഴ്ത്തിയിടലാണ് സുന്നത്ത് എന്ന് കാണാൻ വേണ്ടി സാധിക്കും. ഹദീസ് ഗ്രന്ഥങ്ങളിലൊക്കെ മിമ്പറുകളിൽ വെച്ച് കൈകൾ ഉയർത്തൽ വെറുക്കപ്പെട്ടതാണ് എന്ന് പറഞ്ഞ അധ്യായം തന്നെ ഉണ്ട് എന്നാണ് യാഥാർത്ഥ്യം. അതുപോലെ തന്നെ സഹോദരന്മാരെ, വെള്ളിയാഴ്ചയ്ക്ക് നമുക്ക് ഈ ഖുതുബയ്ക്ക് പറയുമ്പോൾ ഒരു ഉറക്കം വരും ചിലർക്കൊക്കെ, എന്തെങ്കിലും ക്ഷീണം കൊണ്ടോ അസുഖം കൊണ്ടോ. മാറിയിരിക്കൽ സുന്നത്തിൽപ്പെട്ടതാണ്. അതായത് ആർക്കെങ്കിലും ഉറക്കം വന്നാൽ ആ ഇരിക്കുന്ന സ്ഥലത്ത് അവൻ അല്പം ഒന്ന് മാറിയിരിക്കട്ടെ, അവിടുന്ന് വേറൊരു സ്ഥലത്തേക്ക് മാറിയിരിക്കട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാൻ വേണ്ടി സാധിക്കും. അതുപോലെ ഒരാൾ നിസ്കരിക്കുകയാണ്, നിസ്കാരത്തിൽ ഒരാൾ കയറി വന്നിട്ട് അസ്സലാമു അലൈക്കും എന്ന് സലാം ചൊല്ലും. എന്തായിരിക്കും നമ്മുടെ രീതി? പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സലാം മടക്കിയിരുന്നു. എങ്ങനെ? കൈകൾ ഇങ്ങനെ ഉയർത്തിയിട്ട് മടക്കിയിരുന്നു. ആ സലാം ചൊല്ലിയ വ്യക്തി ഉണ്ടല്ലോ, ആ വ്യക്തികളോട് കൈകൾ ഇങ്ങനെ ഉയർത്തിയിട്ട് സലാം മടക്കിയതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രൂപത്തിൽ അല്ലെങ്കിൽ പ്രവൃത്തിയിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതുപോലെ നമ്മളൊക്കെ ഉറങ്ങാൻ വേണ്ടി പോകുന്നവരാണ്. ഉറങ്ങാൻ വേണ്ടി പോകുമ്പോൾ ഒന്ന് പുതപ്പൊക്കെ ഇങ്ങനെ തട്ടി മാറ്റാം, ഒന്ന് വിരിപ്പൊക്കെ എടുത്ത് ഇങ്ങനെ കുടയാം. അതൊക്കെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണ്. അതുപോലെ തന്നെ വലതു ഭാഗത്ത് കൈകൾ വെച്ചിട്ട് ഇങ്ങനെ ഉറങ്ങാം. വലതു ഭാഗത്ത് വലത് കവിളിന്റെ അടുത്ത് വലത് കൈ വെച്ചിട്ടാണ് പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉറങ്ങാറുണ്ടായിരുന്നത്. എന്നിട്ട് പറയുമെന്നാണ്, ബിസ്മിക റബ്ബി വളഗതു ജംബി വബികർഫു ഇൻ അംസക്ത നഫ്സി ഫർഹംഹാ വഇൻ അർസൽത ഫഹ്ഫദ്ഹാ ബിമാ തഹ്ഫദു ബി ഇബാദക സാലിഹീൻ
എൻ്റെ നാഥ, നിന്റെ നാമത്തിൽ ഞാനിതാ എൻ്റെ പാർശ്വം നിലത്ത് വെക്കുന്നു, നിന്നെ കൊണ്ടായിരിക്കും ഞാനത് ഉയർത്തുന്നത്. നീ എൻ്റെ ആത്മാവിനെ പിടിച്ചെടുക്കുകയാണെങ്കിൽ അതിനോട് നീ കരുണ കാണിക്കണമേ. നീ എൻ്റെ ആത്മാവിനെ തിരിച്ചുവിടുകയാണെങ്കിൽ നിന്റെ സജ്ജനങ്ങളെ സംരക്ഷിക്കുന്ന പ്രകാരം അതിനെ നീ സംരക്ഷിക്കണമേ എന്നുള്ള പ്രാർത്ഥന പ്രാർത്ഥിച്ചുകൊണ്ട് മുഖത്തിന്റെ ഭാഗത്ത് വലത് കവിളിന്റെ ഭാഗത്ത് വലത് കൈയിന്റെ ഇങ്ങനെ കൈപ്പത്തി വെച്ചുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങാറുള്ളത് എന്ന് പറഞ്ഞാൽ സഹോദരന്മാരെ, അത്തരം സുന്നത്തുകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ വേണ്ടി പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും സഹായിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല സൂക്ഷിക്കുന്ന മുറപ്രകാരം സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് വീണ്ടും വസിയത്ത് ചെയ്യുക. ഇപ്പോൾ സാധാരണഗതിയിൽ നമ്മളൊക്കെ ഉറക്കം വല്ലപ്പോഴും ഒക്കെ ഞെട്ടിപ്പോകുന്നവരാണ്. സ്വാഭാവികമായി വെള്ളം കുടിക്കാനോ ബാത്റൂമിൽ പോകാനോ മൂത്രയിക്കാനോ ഒക്കെ നമ്മളൊക്കെ പലപ്പോഴും ഉണരാറുണ്ട്. അത് മനുഷ്യ പ്രകൃതത്തിൽപ്പെട്ടതാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഉറക്കത്തിൽ നിന്ന് ഉറക്കം ഞെട്ടിയാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലാറുണ്ടെന്ന് സിക്റുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ അൽഹംദുലില്ലാഹി വസുബ്ഹാനല്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹുവേ, എന്നിട്ട് അല്ലാഹുമ്മ ഗഫിർലി എന്ന് പറയും. അല്ലാഹു എനിക്ക് നീ പൂർത്തി തരണമേ. ദിക്റുകളാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു, അല്ലാഹു അല്ലാതെ ഒരു ഇലാഹുമില്ല, അവൻ ഏകനാണ്, ഒരു പങ്കുകാരനുമില്ല, അവൻ തന്നെയാണ് രാജാധികാരം, അവൻ തന്നെയാണ് സർവസ്തുതിയും, അവൻ്റെ അടുത്താണ് സകല കാര്യങ്ങളുടെയും കിടപ്പ് എന്നൊക്കെ പറഞ്ഞുള്ള ദിക്റുകളാണ്. ആ ദിക്റുകൾ ചൊല്ലിയിട്ട് പറയും അല്ലാഹുമ്മ ഗഫിർലി, അല്ലാഹു എന്നെ എനിക്ക് പൂർത്തി തരണേ എന്ന് പറയും. എപ്പോ? രാത്രിയൊക്കെ ഉറക്കം ഞെട്ടിയാൽ. സാധാരണഗതിയിലൊക്കെ നമുക്കൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു വളരെ നിസാരമായ ദിക്റുകളും സുന്നത്തുകളാണ്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറക്കിൽ നിന്ന് ഞെട്ടി ഒന്ന് ഇരുന്നാൽ പറയും ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ്. ആലി ഇംറാൻ സൂറത്ത് ആലി ഇംറാൻ അവസാന ഭാഗത്ത് വരുന്ന ഒരു ആയത്തുണ്ട്. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദി വഖ്തിലാഫിൽ ലൈലി വൻ നഹാരി ലആയാതി ലിഉലിൽ അൽബാബ് എന്ന് പറയുന്ന ആയത്ത്. ആ ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാരായണം ചെയ്യാറുണ്ടായിരുന്നു. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ്, തീർച്ചയായും ആകാശങ്ങളുടെയും ഭൂമിയുടെയൊക്കെ സൃഷ്ടിപ്പിലും അതുപോലെ തന്നെ ബുദ്ധി കൊടുത്ത് ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് എന്നുള്ള ആയത്താണ്. ഈ ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങിൽ എണീറ്റ് ഒന്ന് ഇരുന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പാരായണം ചെയ്യുമെന്ന് സഹാബികൾ റിപ്പോർട്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ സഹോദരന്മാരെ, നമ്മൾക്കൊക്കെ ഇപ്പോൾ ആധുനിക കാലത്ത് വളരെ മോശമായി കരുതുന്ന ഒരു സംഗതിയാണ് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഒന്ന് വിരലുകൾ ഇങ്ങനെ നക്ക എന്നുള്ളത്. വിരലുകൾ ഇങ്ങനെ നക്ക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥിരം പതിവായിരുന്നു അത് എന്നാണ്. ഇതാ അക്കല അഹദുക്കും തുആമൻ ഫലാ യംസി യദഹു ഹത്താ യൽഅഖഹ ഔ യുലിഅഖഹ. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുക, നിങ്ങളിൽ ആരെങ്കിലും ഭക്ഷണം കഴിച്ചാൽ അവൻ തൻ്റെ വിരലുകൾ നക്കിപ്പിക്കുകയോ ചെയ്തതിന് മുമ്പായി തുടച്ച് വൃത്തിയാക്കാൻ വേണ്ടി പാടില്ല. കാരണം പെട്ടെന്ന് പോയിട്ട് കഴുകുക, കംപ്ലീറ്റ് ഉണ്ടാവും, ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങൾ ഇവിടെ ഉണ്ടാവും. അങ്ങനെ നാവ് കൊണ്ട് തുടക്കുക എന്നത് എന്താണ്? അത് സുന്നത്തിൽപ്പെട്ട സംഗതിയാണ് എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ നമ്മുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെരുപ്പിടുമ്പോൾ വലത് കാല് കൊണ്ടാണ് ഇടാറുണ്ടായിരുന്നത്. നമ്മളൊക്കെ ചെരുപ്പ് ധരിക്കാറുണ്ട്, വലത് കാൽ കൊണ്ട് ധരിക്കും. കണ്ടോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിക്കുകയാണ്, നിങ്ങൾ ചെരുപ്പോ ഷൂവോ എന്തെങ്കിലും ധരിക്കുകയാണെങ്കിൽ അത് വലത് കാല് കൊണ്ട് ധരിക്കട്ടെ. ഇനി ഊരുകയാണെങ്കിലോ ഇടത് കാലുകൾ കൊണ്ട് ഊരട്ടെ, ഇടത് കാല് കൊണ്ട് ഊരട്ടെ. ധരിക്കുകയാണെങ്കിൽ വലത് കാല് കൊണ്ട് ഊരട്ടെ. എത്ര വളരെ നിസാരമായ നമ്മുടെ ജീവിതത്തിലൊക്കെ പ്രാവർത്തികമാക്കാൻ പറ്റിയ ഹദീസുകളാണ് ഇതൊക്കെ. അതുപോലെ തന്നെ വല്ലപ്പോഴും ഹദീസ് ഗ്രന്ഥങ്ങൾ കാണാം, വല്ലപ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെരുപ്പിടാതെ നടക്കാറുണ്ടായിരുന്നു. അപ്പം വിചാരിക്കും അതെല്ലാം എന്തിനാ പറയുന്നതല്ലേ. അബൂ അബ്ദുല്ലാഹി ഇബ്നു ബുറൈദ പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികളിൽ ഒരാളുണ്ടല്ലോ, ഈജിപ്തിൽ കഴിയുകയായിരുന്ന ഫുദാലത്ത് ബിൻ ഉബൈദ് എന്നിവരുടെ അടുത്തേക്ക് പോയി. അദ്ദേഹത്തെ ഒരു സഹാബിനെ സന്ദർശിച്ചാണ്, ഹദീസ് അന്വേഷിച്ചുകൊണ്ട് പോയതാണ്. അപ്പൊ അദ്ദേഹം ചെരുപ്പിടാണ്ട് ധരിക്കുന്നത്. അപ്പൊ ചോദിച്ചു, എന്താ ഇത് നിങ്ങളിങ്ങനെ നടക്കുന്നത്? അപ്പം പറഞ്ഞു, അങ്ങനെ വല്ലപ്പോഴും അങ്ങനെ ധരിക്കണമെന്നത് പ്രവാചക സല്ലല്ലാഹു, അങ്ങനെ നടക്കണമെന്നത് പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് കൽപ്പിക്കുകയുണ്ടായിരുന്നു. വല്ലപ്പോഴും എപ്പോഴല്ല,
ഒരു സുന്നത്തിനെ പ്രാവർത്തികമാക്കണം എന്ന ഉദ്ദേശത്തിൽ എന്താക്കുക, ചെരുപ്പ് ഊരി വെച്ചിട്ട് അല്പം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക എന്നത് എന്താണ്, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലപ്പോഴും, ശ്രദ്ധിക്കണേ ഇത്, വല്ലപ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഴ കൊള്ളാറുണ്ടായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുസരിച്ച് ചോദിക്കുന്നുണ്ട്, അള്ളാഹുവിന്റെ പ്രവാചകരെ നിങ്ങൾ എന്തിനാണ് ഇതിങ്ങനെ ചെയ്യുന്നത്? അപ്പൊ അള്ളാഹുവിൽ നിന്ന് പുതുതായിട്ടുണ്ടായതാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലപ്പോഴും മഴ കൊള്ളാറുണ്ടായിരുന്നു, ശരീരത്തിന് ഡ്രസ്സ് മാറ്റിക്കൊണ്ട് എന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. സഹോദരന്മാരെ, ഇങ്ങനെ നൂറുകണക്കിന് ഹദീസിന്റെ വൈവിധ്യങ്ങളുണ്ട്. ഈ വൈവിധ്യങ്ങൾ എന്തിനാണ്? ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഹ്യാൻ എന്ന് പറഞ്ഞെടുത്ത് അഹ്യാൻ എപ്പോഴും ചെയ്യണമെന്നല്ല, വല്ലപ്പോഴും അങ്ങനെ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതൊക്കെ സുന്നത്താണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അത് നമ്മൾ കാണിക്കുന്നതാണ്, അതൊക്കെ മഹബത്താണ്. ഈ നിശ്ചിതമായ മരണത്തിന് മുമ്പ് പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് പേറിക്കൊണ്ട് ജീവിക്കുമ്പോൾ മാത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹവും ഇസ്ലാമിന്റെ ചര്യകളുടെ മാധുര്യവും നമുക്ക് അനുഭവിക്കാൻ പറ്റും. നമ്മളിങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു സ്വാഭാവികമായ ജീവിതചക്രം എന്ന രീതിയിൽ നമ്മൾ നിസ്കരിക്കുന്നു, രാത്രി കടന്നുറങ്ങുന്നു, എഴുന്നേൽക്കുന്നു, പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളൊക്കെ ഒരു തിരിഞ്ഞു നോട്ടമില്ല, അത് ജീവിതത്തെ പ്രാവർത്തികമാക്കാനുള്ള ഒരു കണിശതി നമുക്കില്ലാതെ നമ്മൾ മരിച്ചുപോയാൽ നമ്മുടെ ജീവിതത്തിന്റെ അർത്ഥം എന്ന് പറയുന്നത് നഷ്ടകാരിൽ പെട്ടുപോകുന്ന ഗൗരവമായ ഒരു വിഷയം നമുക്ക് മുന്നിലുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം, ഖുർആൻ പാരായണം ചെയ്യുക എന്നത്. ഖുർആൻ പാരായണം ചെയ്യാൻ സഹോദരന്മാരെ, റമളാൻ കഴിഞ്ഞ് ഇപ്പൊ നമ്മുടെ ഖുർആനിക പാരായണത്തിന്റെ അവസ്ഥ എന്താ? നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയിട്ട് നമുക്ക് എല്ലാറ്റിനും സമയം കിട്ടും. എന്തെങ്കിലും ഒരു ഫിസിയോ ചെയ്യാൻ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചികിത്സ ചെയ്യാനാണ് ഡോക്ടർ നിശ്ചയിച്ചതെങ്കിൽ അതിന്റെ പിന്നാലെ നമ്മൾ നടക്കും, നമുക്കതിന് സമയമുണ്ടാകും. എത്ര ആൾക്കാരാണ് ഡോക്ടർമാരുടെ മുന്നിലൊക്കെ കീ നിൽക്കുന്നത്, ഏത് ആശുപത്രികളാണ് ഇപ്പൊ ജനനിബിഡമല്ലാതിരിക്കുന്നത്. അപ്പൊ അതിനൊക്കെ നമുക്ക് സമയമുണ്ട്. എന്നാൽ ഒരു ദിവസം മഗ്‌രിബ് നിസ്കാര ശേഷം ഒന്ന് മുസാഫെടുത്ത് ഒന്ന് ഫാത്തിഹ മുതൽ നാസ് വരെ ഞാനൊന്ന് ഓതും എന്ന് വിചാരിച്ചു ഒരു അരമണിക്കൂർ പാരായണം ചെയ്താണ്. ഒരു ശരാശരി ഖുർആൻ ഓതുന്ന ആൾക്ക് ഒരു 10-14 പേജ് ഓതാൻ വേണ്ടി പറ്റും. ഖുർആൻ ഇഫ്ളുള്ള വ്യക്തിയാണെങ്കിൽ ഒരു 20 മിനിറ്റ് 25 മിനിറ്റ് കൊണ്ട് ഒരു ജ്യൂസ് പൂർത്തിയാക്കാൻ വേണ്ടി പറ്റും. ഇനി വല്ലപ്പോഴും തപ്പിത്തടഞ്ഞിട്ടാണ് ഓതുന്നെങ്കിൽ ഒരു 4-5 പേജ് ഒരു അരമണിക്കൂർ കൊണ്ട് ഓതാൻ വേണ്ടി പറ്റും. നിങ്ങൾ ചിന്തിച്ചു നോക്കട്ടെ. എന്നിട്ട് രാവിലെ സുബഹിക്ക് ശേഷം വീണ്ടും മുസാഫ് എടുക്കുക, ഒരു 6 പേജ് ഓതിയാൽ ഒരു ജ്യൂസ് ഒരു ദിവസം ഓതാൻ ഒരു പ്രയാസമില്ല. ഒരുപാട് സമയമൊന്നും അതിന് വേണ്ട. ഒരു മര്യാദക്ക് ഖുർആൻ ഓതാൻ പറ്റുന്ന ആളെ സംബന്ധിച്ചോട് 40 മിനിറ്റ് ഉണ്ടെങ്കിൽ ഒരു ജ്യൂസ് ഓതാൻ വേണ്ടി പറ്റും. തപ്പിത്തടഞ്ഞ് ഓതുന്നോ ഒരു കാജു തോന്നാൻ പറ്റുമല്ലോ, പറ്റും. അപ്പൊ മാസങ്ങളിൽ എത്ര ജ്യൂസ് പൂർത്തിയാക്കാൻ വേണ്ടി പറ്റും? നമ്മളൊന്ന് ചിന്തിക്കുക സഹോദരന്മാരെ. ഖുർആൻ പാരായണത്തിലുള്ള നമ്മുടെ ശ്രദ്ധ നമ്മുടെ ഈമാനിന്റെ ശ്രദ്ധയാണ്, അള്ളാഹുവിനെ കുറിച്ചുള്ള ശ്രദ്ധയാണ്, നമ്മുടെ മതത്തിന്റെ ചിഹ്നമാണ്, അടയാളമാണ്. അതൊക്കെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നതിലൂടെ മാത്രമേ യഥാർത്ഥ മുസ്ലിമായി നമുക്ക് ജീവിക്കാനുള്ള പരിശ്രമത്തിൽ നമ്മൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്നത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളെയൊക്കെ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ തൗഫീഖും നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. സഹോദരന്മാരെ, നമ്മുടെ വിശ്വാസം നേരെ ചൊവ്വയാക്കുക, തൗഹീദിൽ അധിഷ്ഠിതമായി ജീവിക്കാൻ വേണ്ടി പരിശ്രമിക്കുക, സുന്നത്തുകളെ എല്ലാത്ത രൂപത്തിൽ സ്നേഹിക്കുക, എല്ലാത്തരം അനാചാരങ്ങളെയും വിദ്ഗത്തുകളെയും കഴിയൊഴിച്ചുകൊണ്ട് ജീവിക്കുക. പൊങ്ങച്ചം, അതുപോലെ തന്നെ ധൂർത്ത്, ആർഭാടത്തങ്ങൾ അതൊക്കെയും വെടിഞ്ഞുകൊണ്ട് ജീവിക്കുക. കൊടുത്തു തീർക്കാനുള്ള മറ്റുള്ള അവകാശങ്ങൾ നമ്മുടെ പോക്കറ്റിലുണ്ടെങ്കിൽ എത്രയും പെട്ട് കൊടുത്തു തീർക്കാം. അതുപോലെ തന്നെ മാപ്പ് ചോദിക്കേണ്ടവർക്ക് മാപ്പ് ചോദിക്കാം, മാപ്പ് കൊടുക്കേണ്ടവർ നമുക്കിടയുണ്ടെങ്കിൽ അവർക്ക് മാപ്പ് കൊടുക്കുക. സംഗീതം, സിനിമ, സീരിയൽ, മ്യൂസിക്, അമിതമായ ടെലിഫോൺ അഡിക്റ്റ് ഇതിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ട് ജീവിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളേവരെയും സഹായിക്കുമാറാവട്ടെ. അല്ലാഹുവേ, സാധാ മരുന്നുകൾ കൊണ്ട് മാറാത്ത മാറാ രോഗങ്ങൾ, എപ്പോഴും വേദന സംഹാരികളെ ആശ്രയിച്ച് കഴിയേണ്ടി വരുന്ന അവസ്ഥകൾ, മറ്റുള്ളവർക്ക് മുന്നിൽ കൈനീട്ടേണ്ടി വരുന്ന അവസ്ഥകൾ, വാർദ്ധക്യത്തിലോ മറ്റോ ജീവശമായി കിടക്കേണ്ടി വരുന്ന അവസ്ഥകൾ എന്നിവയ്ക്ക് തൊട്ട് അല്ലാഹുവേ ഞങ്ങൾ അഭിചോദിക്കാം. അല്ലാഹുവേ, നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും നല്ല സമയം അന്ത്യസമയമാക്കുകയും യഖീനോടുകൂടി ദൃഢതയോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിക്കുന്ന സത്യവിശ്വാസികളാക്കി നമ്മളേവരെയും മാറ്റി തീർക്കണമേ. അല്ലാഹുവേ, നമ്മിൽ നിന്ന് ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് നീ ദീർഘായുസ്സും ആരോഗ്യ
സൗഖ്യം പ്രദാനം ചെയ്യണമേ. നമ്മിൽ നിന്ന് മരിച്ചുപോയ മാതാപിതാക്കൾക്ക് നിന്റെ വിശാലമായ മഗ്ഫിറത്ത് വഴി അവരെയും നമ്മളെയും നിന്റെ ജന്നാത്തിൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണമേ. അല്ലാഹുവേ, നമ്മിൽ നിന്ന് ജീവിച്ചിരിക്കുന്ന മുഴുവൻ സത്യവിശ്വാസികൾക്കും നീ ഇസ്തിഖാമത്തും ഇഖ്ലാസും പ്രദാനം ചെയ്യണമേ. നമുക്ക് മുമ്പ് മരിച്ചുപോയ മുഴുവൻ സത്യവിശ്വാസികൾക്കും വിശ്വാസികൾക്കും നീ നിന്റെ മഹത്തായ മഗ്ഫിറത്ത് വഴി പുറത്തു കൊടുക്കുകയും അവരെയും നമ്മളെയും നിന്റെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണമേ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.